നമ്മളെ വൈറലാക്കിയ നമ്മുടെ മുറ്റട്ട കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട്. യൂട്യൂബില് ബില്ലും കൂടിയായിട്ട് 2 മില്യണിലല്ലേ അഞ്ചേട്ടാ, 2 മില്യണിന് മേലെ കണ്ടിട്ടുണ്ട് അല്ലെ. 2000-ലേറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങള്. അതാണ് പിന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അല്ലേ. ഇനി ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ അഞ്ചേട്ടാ, എന്തൊക്കെ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അച്ചു പറഞ്ഞ പോലെ ഞങ്ങള് 2 മില്യണിലേറെ വ്യൂസ് FB-ലും യൂട്യൂബിലും കൂടി കണ്ടു. അപ്പൊ എല്ലാവരും നല്ല നല്ല കമന്റുകൾ ഒരുപാട് ഇട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ആ കമന്റ് വായിച്ചപ്പെട്ടോ. കാരണം എല്ലാവരും ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാക്കിയ അഭിനന്ദിച്ചാണ്ടുള്ള പറഞ്ഞു. പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് ഗൾഫിൽ നിന്നൊക്കെ കൂടുതൽ പ്രവാസികൾ വിളിച്ചു. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കണ്ടിട്ട് നന്നായി എന്ന് പറയാൻ വിളിച്ചവരുണ്ട്, അതിന്റെ അളവ് ചോദിച്ചവരൊക്കെ വിളിച്ചിട്ടുണ്ട്. മുറ്റുണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാര് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൽ തന്നെ നമ്മളോട് കുറെ ആൾക്കാർ ഇതിന്റെ അളവൊക്കെ ചോദിച്ചു. ഞങ്ങൾ ആദ്യം ചെയ്ത ഒരു ചെറിയ വീഡിയോ എന്നുള്ള ഉദ്ദേശത്തിൽ വെറുതെ നമ്മളൊരു സന്തോഷത്തിന് ചെയ്ത് നമ്മൾ മുഴുവനൊന്നും ഇട്ടിട്ടില്ലല്ലേ. അപ്പൊ ഒരുപാട് നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിയാൽ അറിയാം, അതിൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. പിന്നെ നമ്മളിത് അങ്ങനെ ഇടാഞ്ഞിട്ട് നമ്മളിത് ചെയ്തിട്ട് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിക്ക് നോക്കിയിട്ടും കൂടി ഇടാന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ആവാച്ചിട്ടിട്ട. അപ്പൊ പ്രത്യേകിച്ച് കേടുകളൊന്നും വന്നിട്ട് 6 മാസത്തോളമായി പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലെ. പിന്നെ ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ പണി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോ നമുക്കും അറിയില്ല എന്താ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കാം. അപ്പൊ ഇനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവര് അത് പറഞ്ഞപ്പോഴാ നമുക്ക് കുറെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും അയച്ചില്ലേ ഇതുപോലെ ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുള്ള നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അച്ച്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം, എത്ര അളവാണെന്നൊക്കെ. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചിലർക്കൊക്കെ റീപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. പുറത്തേക്ക് 18 ഇഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് 18 ഇഞ്ചാണ് ഉണ്ടാവുക. 18. അതുപോലെ വീതി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാക്കുന്ന കറക്റ്റ് 12 ഇഞ്ചാണ് കറക്റ്റ് വീതി വരുന്നത്. ഇത് 4 ഇഞ്ച് പട്ടയുള്ളത്. പട്ട എന്ന് നല്ല ബലമുള്ള പട്ടയാണ്. ബലമുള്ള അല്ലാത്ത പട്ടയായി കഴിഞ്ഞാൽ ഇത് നമുക്കിതിൽ കോൺക്രീറ്റ് നിറയ്ക്കുമ്പോൾ ഇതിൻ്റെ പള്ളം ചാടും, ഇങ്ങോട്ട് വീതിയിൽ ചാടും. അപ്പം അങ്ങനെ ആവരുത്. പിന്നെ ഉള്ളിലൊന്നും ശരിക്ക് വെൽഡിങ് വരാൻ പാടില്ല. എവിടെയും ഉള്ളിൽ വെൽഡിങ് ഇല്ലാത്ത രീതിയിലാവണം ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ പട്ടേൻ്റെ വീതി എന്ന് പറയുന്നത് മോളും വന്നിട്ടുണ്ട്. പട്ടേൻ്റെ വീതി പറയുന്നത് 2 ഇഞ്ച് കനാണ്. നിങ്ങൾക്ക് ഓവർ വലിയ വണ്ടിയൊക്കെ കയറാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ ആക്കണം നല്ലതാണ്. 3 ഇഞ്ച് ആക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വലിയ കോൺക്രീറ്റ് ഒക്കെ ഇതിൽ കറക്റ്റ് ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഉറപ്പുണ്ടാവും. ഇതിന് ഉറപ്പില്ല എന്നല്ല, പക്ഷെ ഞങ്ങളിത് ഈ കട്ട ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 2 ഇഞ്ച് കന ആയതുകൊണ്ട് ഈ 2 ഇഞ്ച് കനത്തിൽ വലിയ കല്ലുകൾ പൊന്തിക്കാത്തതുകൊണ്ട് ബേബി മെറ്റലാണ് ഉപയോഗിച്ചത്. പറയാൻ അയക്കണില്ല ആള്. ഇതാ നമ്മൾ ഈ കട്ടിട്ട് ഇന്നേക്ക് 5 മാസം കഴിഞ്ഞു അല്ലേ. ഏകദേശം കഴിഞ്ഞ 2023 നവംബറിലായിരുന്നു നമ്മൾ ഈ കട്ടിട്ടിരുന്നത്. ഇപ്പോൾ 2024 മാർച്ച് മാസം പകുതിയായി. അപ്പോൾ ഉള്ളൊരവസ്ഥയാണ് നമ്മളിതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ഇനി ഇടുന്നോല് ഇതിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലേറെ ബെറ്റർ ആവാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പുല്ലിനൊക്കെ ആൾക്കാർ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞു. പുല്ല് ക്വാളിറ്റി ഉള്ള പുല്ല് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുല്ലിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ പുല്ലുണ്ട്. ഇപ്പോൾ 6 മാസമായി. ഇനി പ്രശ്നം വരുമെന്നുള്ളത് അറിയില്ല, പക്ഷെ ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇനി വരില്ല. പിന്നെ എഡ്ജ് എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മൾ എങ്ങനെയാണോ വെച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഉണ്ടായിരുന്നത്. ഇത് 2 ഇഞ്ച് കനാണ്. പിന്നെ വലിയ വണ്ടികളൊക്കെ വരാനൊക്കെ ഉള്ള വീടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് 2 ഇഞ്ചിലുള്ള മാറ്റിയിട്ട് 3 ഇഞ്ച് ആക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ കോൺക്രീറ്റ് കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിലേറെ ഉറപ്പ് കിട്ടും. ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും എഡ്ജിനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ഇട്ടത്. പിന്നെ ഒരു പോരായ്മ തോന്നിയത് നമ്മൾ ഫസ്റ്റ് ഇട്ടതിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ കോൺക്രീറ്റ് ആണ്. ഇതിൻ്റെ അവിടേക്കുള്ളതിൽ മേലെ ചില ടൈമിൽ നമ്മൾ ഒരു 4 ഇഞ്ച് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. സിമെൻറ്റും പിന്നെ എംസാൻഡും കൂടി മാത്രം ആക്കിയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അത്ര മിൻസത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ മിൻസം വന്നുകൊണ്ട് തന്നെ നമുക്ക് സാധാ കട്ടേനെക്കാട്ടും കുറച്ച് മിൻസം കൂടുതൽ. അത് വെച്ചിട്ട് വീണ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി മഴക്കാലം വരുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. ഇപ്പോൾ അതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കായിട്ടുണ്ടോല്. ബാക്കിയൊക്കെ ബെറ്റർ തന്നെയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതാണ് നമുക്ക് വന്ന ഒരു പോരായ്മ വന്ന് പറഞ്ഞത്. കാരണം
നമ്മൾ ഈ ഡയറക്റ്റ് ഇവിടുന്ന് ഉണ്ടാക്കില്ലാതെ കുറച്ച് കട്ടകൾ നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. ഉണ്ടാക്കി ഇങ്ങനെ നല്ല നിരന്ന സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചു. ആ നിരന്ന സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ കോൺക്രീറ്റ് അവിടെ കട്ട പിടിക്കുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അത് പേപ്പർ ഇട്ടിരുന്നു നിലത്ത്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ അച്ച് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇട്ടത്. പിന്നീട് നമ്മളത് എടുത്ത സമയത്ത് നമുക്ക് ഈ പേപ്പർ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. കുറേ നമ്മൾ ഉരച്ച് നോക്കി കഴുകി നോക്കി എന്നിട്ടൊന്നും പോകുന്നില്ല. ബാലൻസ് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെയിന്റ് അടിച്ചപ്പോഴും അപ്പൊ നമ്മൾ എന്നിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മേലെ പെയിന്റ് അടിച്ചപ്പോൾ വെയിൽ തട്ടിയാണ്ട് നേരെ ഇത് ഇവിടുന്ന് ഈ പേപ്പറുള്ള ഭാഗത്തെ പെയിന്റൊക്കെ പോകുന്നു. അങ്ങനെ 2-3 കട്ടകളിൽ അത് വന്നു. അങ്ങനെ അത് പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു പെയിന്റും കൂടി ഇവിടെ അടിച്ചു നോക്കി. പക്ഷെ ഈ പേപ്പറുള്ള സ്ഥലത്ത് മാത്രം അത് കിട്ടില്ല. പേപ്പറിന്റെ വാർത്തകളൊക്കെ ഇതിന് അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇതാക്കണ ചെറുതായിട്ട് ഞാൻ കാണുന്നുണ്ടാവില്ല, അതൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അത് അവിടുന്ന് പോണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് കട്ട സിമെന്റ് മാത്രം ആവുക. അപ്പോൾ ഇത്ര പ്രശ്നം. ഈ കോൺക്രീറ്റ് കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കൂട്ടിയിട്ടുള്ളത് 3 ചട്ടി എംസാൻഡും 3 ചട്ടി ബേബി മെറ്റലും അതിലേക്ക് 1 ചട്ടി സിമെന്റുമാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അത് എത്രയാണ്. ഞാൻ കഴിഞ്ഞത്ര റീപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഇനി ആർക്കെങ്കിലും റീപ്ലൈ കിട്ടാത്തുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആഡ് ചെയ്ത് അതിലേക്ക് സിമെന്റ് കൂട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ട്രോങ് കിട്ടും. നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. ഇതന്നെ അത്യാവശ്യം സ്ട്രോങ്ങിലുണ്ട്. അപ്പോൾ കട്ട നിർമ്മിച്ചതിൻ്റെത് നമ്മൾ ഏകദേശം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് അന്ന് നമ്മൾ ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടികൾ വെച്ചിട്ടുള്ള അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഞാൻ പറയുന്നുണ്ട്. അന്ന് വെച്ച ചെടികളുടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുറ്റം നന്നാക്കിയപ്പോൾ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഇതൊരു ചീര ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതൊരു പച്ച പുല്ലാണ് ഇങ്ങനെ പടർന്ന് വരുന്ന. പക്ഷെ ഇതൊക്കെ കോഴികൾ കൊത്തി തിന്നു. ഞങ്ങൾ നോക്കലുണ്ടായിരുന്നു കോഴികൾ തിന്നാതെ. പക്ഷെ ഞങ്ങളെ കണ്ണൊന്നും തെറ്റിപ്പോക്കി എല്ലാതും ഒന്ന് കോഴികൾ കൊത്തിയിട്ടാ. ഇതാ വെട്ടാനായിട്ടുണ്ട്, ഇനി വെട്ടി കൊടുക്കണം. പിന്നെ ഇതാ അപ്പുറത്ത് ഞങ്ങളൊരു തെങ്ങ് പോലത്തെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ചെടി. ഇത് എത്രത്തോളം വലുതാവുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് നമ്മൾ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞത് ഈ സിറ്റ് ഔട്ടിൽ വെക്കാൻ പാടില്ല, ഇത് വലുതായിട്ട് ഈ കാണുന്ന ചേറ്റമ്പടീൻ്റെ മേലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ വാങ്ങിയോടുന്ന് പറഞ്ഞത് ഇത് അതിനത്ര വലുതാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിരുന്നത്. അവിടുന്ന് വേറെ ഒന്ന് കാണിച്ചു ഇതേ ടൈപ്പ് ഇതിനൊക്കെ നല്ല വലിപ്പം വെക്കുമെന്ന് പറയണേ. ഇതിന്റെ ചെറുതാന്നാ പറഞ്ഞത് അല്ലേ. ഇത് അതിനത്ര വലുതാവൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും വലുതായിട്ടില്ല. പക്ഷെ ഒന്നും കൂടി കുറച്ച് കളറൊക്കെ വെച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവന്നാണ്ട് ഇതിന് എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതിന് ശേഷം ഇത് കളറൊക്കെ ഒന്നും കൂടിയും കുറച്ച് അധികം വന്നിട്ടുണ്ട്. ചെറിയൊരു വലിപ്പം വെച്ചിട്ടുണ്ട്. എന്നാലും ഓവർ വലുതാവണല്ല തോന്നി. അപ്പൊ ഇതാ ഈ മുളയെ നമ്മളന്ന് വാങ്ങിയതാണ് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് ചേട്ടാ. അതെ, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഒന്നും കൂടിയൊക്കെ ചില്ലകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഇത്രയൊക്കെയാണ് നമ്മൾ അന്ന് വാങ്ങി വെച്ചിട്ടുള്ളത് മുറ്റത്തിന് വേണ്ടിയിട്ട്. ഇതല്ലാതെ വേറെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, പൂവിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് ചെടി കൊണ്ടുവച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ കൊണ്ട് ചെടികളൊന്നും അധികം ഉണ്ടാവില്ല. എത്ര നനച്ചു കൊടുത്തിട്ടും നല്ല കളറായിട്ട് വരുന്നൊന്നുമില്ല. പിന്നെ ഉള്ളത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇനി എന്തായാലും മഴക്കാലമായിട്ട് വേണം ഒന്നും കൂടി ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. ഇതിന്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ള വേറൊരു ചെടിയും കൂടെ കാണിച്ചു തരാം. ഇത് പേരൊന്നും അറിയില്ല കേട്ടാ. ഇത് അഞ്ചെട്ടത് കാണിച്ചു. ഇതിലൊരു പിങ്ക് കളർ പൂവാല്ലേ വിരിയ, നല്ല ഭംഗിയുണ്ടോ. ഇത്ര ഹൈറ്റേ ഉണ്ടാവുള്ളൂ, നല്ല ഭംഗിയായിട്ട് വിരിയ. അപ്പൊ ഇത് നമ്മള് കുറച്ച് അധികം വെച്ചിട്ടുണ്ട്. ഇത് പൂ വിരിഞ്ഞിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പൂ വിരിയേണ്ട ടൈം ആയിട്ടില്ല. പിന്നെ ഇതാ അതുപോലെ അപ്പുറത്ത് അച്ഛൻ കൊറേ തെച്ചി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിലൊക്കെ നമ്മൾ തെച്ചി വെച്ചിട്ടുണ്ട്. ഈ തെച്ചി കുറച്ച് ഹൈറ്റ് വരുമ്പോ തന്നെ വെട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഉദ്ദേശത്തിനാണ് കുറച്ച് വിട്ടായിട്ട് വെച്ചത്. ചെറിയ മരത്തുമ്പോ തന്നെ ഒരുപാട് വലിയ പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു വെച്ചത്. പിന്നെ അതുപോലത്തെ ഒരു ഗ്യാപ്പാണ് ഇത് അപ്പുറത്തുള്ളത്. അവിടെ നമ്മള് 10 മണിയൊക്കെ വെച്ചിട്ടുള്ളത്. 10 മണിപ്പൂവാണ് വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ്, ഫുള്ള് വിരിയലുണ്ട്. ഇത് വിരിയണ ടൈം ആവണുള്ളൂ. ഇപ്പൊ പല കളർ വെച്ചിട്ടുണ്ട് കേട്ടാ. കൂടുതലും മഞ്ഞ വിരിയല്. അതെ, കൂടുതലും മഞ്ഞയാണ് വിരിയല്. പിന്നെ വെള്ളം ഉണ്ട്, പിന്നെ 2 തട്ടായിട്ടുള്ള 2 കളറുള്ള പല കളർ. ഇത് വിരിയുമ്പോ നമുക്ക് ഇത് ഒരുപാടുണ്ട്. അപ്പൊ നിറഞ്ഞു നിക്കണം, വിരിയുമ്പോ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടില്ലേ? വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക അല്ലേ. കഴിഞ്ഞ വീഡിയോക്കൊക്കെ തന്നിട്ടുള്ള സപ്പോർട്ട് ഈ വീഡിയോക്കും തരിക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ.